വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മളിപ്പോൾ ദുബായ് മോളിലാണുള്ളത്. ഗൈസ്, അപ്പോൾ ഇവിടെ വെച്ചാൽ ഒടുക്കത്തെ വിലയാണ്. തൊട്ട പൈസ പോവും. ലാക്സ് ഓഫ് മണി നമുക്ക് ഇവിടെ സുഖമായി സ്പെൻഡ് ചെയ്യാം. അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചു. നമ്മൾ ഇവിടെ കുറച്ച് അപ്പുറത്ത് അത് ശരി എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് അഫോർഡബിൾ ആയിട്ട് സാധനങ്ങൾ കിട്ടാൻ ഒരു മോളുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് സാധനം ഞങ്ങൾ ഇവിടെ വാങ്ങില്ല. ഇവിടെ ഒന്നുമില്ല, ചുമ്മാ സമയങ്ങളായി. അപ്പോൾ 2 കടയിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് തിരിച്ചിട്ട് ഡേ ടു ഡേ മോളിൽ പോകും. എന്നോട് ആരാ പറഞ്ഞു, ശ്രീജിത്തായിരുന്നു അവിടെ പോയാൽ നല്ലതെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ പോകില്ലേ നമ്മൾ കുറേ സാധനം വാങ്ങും അല്ലേ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ പോകും. ഗൈസ്, നമ്മൾ ഈ ദുബായ് മോളിൽ വന്നപ്പോൾ ഇവിടെ ക്രിസ്മസിന്റെ എന്തൊരു സാധനം നടക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ സെന്റൻസിലും മറ്റേ പിള്ളേർ ബാൻഡ് ഓട്ടണ പോലെ ഉണ്ട്. ഇത് വേണ്ട ഗൈസ്, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സാറയിലാണ്. കാരണം എന്താണെന്നറിയോ, ഇവിടെ ഓരോ കടയിലും ഓരോന്നിനും 20,000 30,000. അപ്പൊ നിങ്ങൾ ശരിക്കും വേറെ എന്തോ വലിയ സാധനം അല്ല. ഇതുപോലൊരു സാധനത്തിന് വേറെ കടയിൽ ഒരു 50,000 രൂപയാണ്. പക്ഷെ നമ്മുടെ സാറയില് ഇതിന് ഒരു 10,000 ഉള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും വില കുറവായിട്ട് ഇവിടെ കണ്ട സാധനമാണ് ഇത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇവിടുത്തെ ഏറ്റവും കുറവ് 2,000 രൂപയാണ്. ഞാൻ നാട്ടില് കരച്ചിൽ വന്നിട്ടാണെങ്കിലും 2,000 രൂപന്റെ ഡ്രസ്സ് ഇടയ്ക്ക് വാങ്ങാറുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നി, എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കട ഞാൻ കണ്ടുപിടിച്ചു. പക്ഷെ 2,000 രൂപ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ്. എന്നാലും കുഴപ്പമില്ല, 2,000 രൂപക്ക് കറുത്ത പെറ്റിക്കോട്ട് ഇവിടെ കിട്ടും. ഗൈസ്, നാട്ടില് 100 രൂപന്റെ സാധനം വില പേശി 40 രൂപയ്ക്ക് വാങ്ങുന്ന ആള് ഇവിടെ എന്താ തപ്പുന്നത്? അമ്മന്റെ ഒരു ചെരുപ്പ് കാണിച്ചില്ല. അമ്മന്റെ ഈ ചെരുപ്പിന് എത്രയാണ് പ്രൈസ്? 300 and something ഉണ്ടാവും. ഓക്കെ, അമ്മന്റെ ഇതേ ചെരുപ്പിന്റെ ഒരു ഷൂ ഇവിടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ ഗൈസ്, അമ്മയുടെ ചെരുപ്പിലുള്ള അതേപോലത്തെ സ്റ്റോൺസ് ആണ്, ബട്ട് കട്ട് ഷൂ ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 229 dirhams. അതായത് നമ്മുടെ അവിടുത്തെ ഒരു 4,000-5,000 അടുത്ത് വരും. കണ്ട, ഇതും ഇത് 350, ഇത് 4,000. എന്റെ അല്ല ഭംഗി. അതെ അതെ, അമ്മടെയാണ് ഭംഗി. ഇത് രസം. ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെന്റിലെത്തി. കണ്ടു, ഈ കവറിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയത്. ഇനി നമുക്ക് ബുർജ് ഖലീഫയിൽ പോകണം. പക്ഷെ ഫുഡും കൂടെ കഴിച്ചിട്ട് വേണം പോവാൻ. അപ്പൊ ഞങ്ങളോട് എന്തായാലും അപ്പാർട്ട്മെന്റ് വന്നാൽ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അതിന് ഇവിടുത്തെ കുക്കിംഗ് ആണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് നല്ല പാലക്കാടൻ മട്ടയുണ്ട്, ദോശ ഇഡ്ഡലി മാവുണ്ട്, ജാമുണ്ട്, അച്ചാറുണ്ട്. പപ്പ അവിടെ പപ്പക്ക് വേണ്ടിയിട്ടുള്ള ദോശ ഉണ്ടാക്കുന്നു. ഇതാ മാവ്. ഹായ് പപ്പ, ദോശ ഉണ്ടാക്കുകയാണോ? അമ്മ ഞങ്ങൾക്ക് വേണ്ടി ന്യൂഡിൽസ് ഉണ്ടാക്കുന്നു. ചേച്ചിക്കും എനിക്കും അമ്മക്കും വേണ്ടിയിട്ട് അമ്മ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നു. അതിന് നമ്മൾ ദുബായിൽ വന്ന് പുറത്ത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാതെ തലശ്ശേരിത്തെ മറ്റേ ഹോട്ടൽസ് അവിടെ പോയിട്ടും ഗൈസ്, നമ്മൾ ബുർജ് ഖലീഫിന്റെ ടോപ്പിൽ കയറാൻ പോവാണ്. ഇതാണ് നമ്മുടെ ബുർജ് ഖലീഫ. ഇതിന്റെ ഒരു ഡെമോ മോഡലാണ്. നമുക്ക് ടിക്കറ്റ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ പോകാൻ വേണ്ടി. നമുക്ക് പോവാം. സോ നമുക്ക് ഇതിൽ കൂടെ പോയിട്ട് ബുർജ് ഖലീഫിന്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് താഴേക്കുള്ള വ്യൂസ് ഫുൾ കാണാം. ഗൈസ്, ബുർജ് ഖലീഫിന്റെ പല മോഡൽസ്, ഗ്ലാസ് വെച്ചിട്ട്, എന്തൊക്കെയോ കോല് വെച്ചിട്ട്, പേപ്പർ വെച്ചിട്ട്. ഞാൻ ഇതുവരെ ഇത്രയും വലുത് കയറിയിട്ടില്ല. അകത്തോട്ട് ഞാൻ കയറിയ പോലെ എനിക്ക് തോന്നുന്നു. 2004 ഞാൻ ജനിച്ചപ്പോ എങ്ങനെയായിരുന്നു ഇവിടെ. ഗൈസ്, ബുർജ് ഖലീഫ ഓരോ കൊല്ലം എങ്ങനെ ഉണ്ടായി നോക്കാം. 2004 ഇങ്ങനെയായിരുന്നു കേട്ടോ. ഈ ഒരു ഉണ്ട
2005 അവര് കുറച്ച് കെട്ടാൻ തുടങ്ങി. 2006 ഇത്രയായി അല്ലേ, എന്തൊക്കെയോ സൈഡിലൊക്കെ. 2007 പൊന്തി, കുറച്ച് ഇത്ര പൊന്തി. 2008 ഇങ്ങനെയായി. കംപ്ലീഷൻ ഓഫ് സ്പയർ, അതെന്താ എനിക്ക് അറിയില്ല. ഓൾമോസ്റ്റ് എന്തൊക്കെ അവർ ചെയ്ത് കഴിഞ്ഞു. അതെന്താ ഞാൻ വരുമ്പോ ലൈറ്റ് ഓഫ് ആവണ? ഇത് കാണണ്ട. നമ്മളായിരുന്നു ഇവിടെ ഫസ്റ്റ് കയറി വന്നത്. പപ്പന്റെ ഒരു വീഡിയോ എടുക്കലോടെ നമ്മൾ അവിടെ എത്തി. നമ്മൾ വെയിറ്റ് ചെയ്യണം ഗൈസ് കുറച്ചു നേരം. അപ്പോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചുമ്മാ ദുബായ് മോള് കറങ്ങി നമുക്ക് കിട്ടാത്ത സാധനങ്ങളെ കുറ്റം പറഞ്ഞ് അങ്ങ് വീട്ടിൽ പോകുന്ന അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ലോകത്തിൽ വലിയൊരു ക്രിയേഷൻ ആണ് പപ്പ പറയുന്നത്. എന്തോ ആവട്ടെ. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.